അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവം തരുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളാണ് 50 നോമ്പ്. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളാണ് നോമ്പ് ദിനങ്ങൾ. മോശ മലമുകളിൽ കൈ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ, ശരീരത്തിൽ പരിത്യാഗം ഏറ്റെടുത്തപ്പോൾ ആത്മീയമായ ശക്തി കടന്നു വന്നു. ഇതുപോലെ ഉപവസിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിൻ്റെ ശക്തി കൂടുതലായി നമ്മിലേക്ക് കടന്നു വരുന്നു. സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കൃപ വർദ്ധിക്കുന്നു. നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു മരിച്ച് ഉദ്ധാനം ചെയ്ത് നമ്മെ രക്ഷിച്ച നമ്മുടെ ഈശോയുടെ സഹനത്തിൻ്റെ കാലഘട്ടമാണ് ഈ നോമ്പ് കാലം നാം അനുസ്മരിക്കുക. നമ്മുടെ അനുദിന ജീവിതത്തിൽ പരിത്യാഗത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ പിടിച്ചു നിൽക്കാനുള്ള ശക്തി ലഭിക്കുന്നു. കഠിനമായ നോമ്പുകൾ എല്ലാ കാര്യത്തിലും നേട്ടമാണ്. അതെ, ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഉണർവും ഉന്മേഷവും കരുത്തും ലഭിക്കുന്നു. ഒത്തിരി പുണ്യങ്ങൾ നിറഞ്ഞ ഈ നോമ്പ് കാലത്ത് ചാരം പൂശുന്നത് അനുതാപത്തിൻ്റെ അടയാളമാണ്. കുറച്ചുകൂടി നാം പ്രാർത്ഥിക്കുകയും ത്യാഗപ്രവർത്തികൾ ചെയ്യുകയും കുമ്പസാരിക്കുകയും അതുവഴി നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യുകയും ചെയ്യുന്നു. നാം ഉപവസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന തുക കാരുണ്യ പ്രവർത്തികൾക്കായി കണക്ക് പറയാതെ ചെലവഴിക്കുന്ന കാലഘട്ടമാണ് നോമ്പുകാലം. ചുരുക്കത്തിൽ നമ്മുടെ ചെറിയ ചെറിയ ത്യാഗപ്രവർത്തികൾ വലിയ ആത്മീയ നേട്ടമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഈ നോമ്പുകാലം 3 കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമതായി അനുതാപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും കാലഘട്ടം. രണ്ടാമത് വിശ്വാസം പഠിപ്പിക്കാനും വിശ്വാസം ജീവിക്കുവാനുമുള്ള കാലഘട്ടം. മൂന്നാമതായി കാരുണ്യ പ്രവർത്തികൾ വഴി സഹോദരങ്ങളെ കൂടുതൽ സ്നേഹിക്കാനുള്ള കാലഘട്ടമാണ്. അതെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ നോമ്പ് കാലത്ത് നീയും പോയി അതുപോലെ ചെയ്യുക എന്ന തിരുവചനത്തിന് മാംസം ധരിപ്പിച്ചുകൊണ്ട് നല്ല സമറിയാക്കാരനെ പോലെ ഈ 2025 ജൂബിലി വർഷത്തിൽ വളരെ കൃപയോടും അഭിഷേകത്തോടും കൂടെ ജീവിക്കുവാനുള്ള നോമ്പാചരണം, നോമ്പെടുക്കുവാനുള്ള എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.